സംഘപരിവാർ ബന്ധമുള്ള NGO HRDSനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി ഭാരവാഹികൾ. അജി കൃഷ്ണനെതിരായ പോക്സോ കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി HRDS ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു. സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള ആരോപണങ്ങളിലാണ് HRDSന്റെ വിശദീകരണം. അതേസമയം അജി കൃഷ്ണനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കി. അജി കൃഷ്ണനെതിരെ നൽകിയ പോക്സോ പരാതിക്ക് പിന്നാലെയാണ് HRDSനെതിരെ ജീവനക്കാരൻ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ജീവനക്കാരന്റെ ആരോപണങ്ങൾ HRDS നിഷേധിച്ചു. സംഘടനയുടെ പ്രവർത്തനം സുതാര്യമാണെന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും HRDS ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു വ്യക്തമാക്കി. കഴിഞ്ഞ 30 വർഷമായി HRDS ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഇന്ത്യയിലെ എണ്ണപ്പെട്ട NGOകളിലൊന്നാണ് HRDS ഇന്ത്യ എന്നുള്ള അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിലെടുത്താൽ ഞങ്ങൾ ടോപ്പ് ലെവലിൽ തന്നെയാണെന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. മുൻ കേന്ദ്രമന്ത്രി S കൃഷ്ണകുമാറിനെതിരെ നൽകിയ പരാതിയിലെ ആരോപണവും HRDS തള്ളി. കേസിൽ പരാതിക്കാരനായ ജീവനക്കാരന് പണം നൽകാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നതായും HRDS ആരോപിച്ചു. അതേസമയം അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ കോടതിയെ സമീപിക്കും. പോലീസിന് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പോലീസിൻ്റെ വലിയ സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്കെതിരെ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വന്നിട്ടും ആ പേര് രേഖപ്പെടുത്താതെ വിട്ടത്. ആ പേര് രേഖപ്പെടുത്താത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. വ്യാജ പരാതിക്ക് പിന്നാലെ പരാതിക്കാരൻ്റെ മകളുടെ പഠന ചിലവ് നിർത്തലാക്കാനാണ് HRDSന്റെ തീരുമാനം. HRDSനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് HRDS ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അജി കൃഷ്ണനെതിരെയുള്ള പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി നേരിടാനാണ് HRDSന്റെ നീക്കം. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.